നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. റയൽ മാഡ്രിഡ് വീണ്ടും ലോകം കീഴടക്കിയിരിക്കുന്നു. അതെ, വിശ്വകിരീടം ഇന്റർ കോണ്ടിനെന്റൽ കപ്പ് അവർ സ്വന്തമാക്കുന്ന കാഴ്ച. ഇപ്പോൾ ഇത്തരത്തിലുള്ള ടൂർണമെൻറ്റുകൾ റയൽ മറ്റുള്ള ഏത് ക്ലബിനേക്കാളും കൂടുതൽ വിജയിച്ചിട്ടുണ്ട് എന്നാണ് കണക്ക്. പ്രഥമ ഇന്റർ കോണ്ടിനെന്റൽ കപ്പാണ്, പക്ഷേ അത് നേരത്തെയുള്ള ക്ലബ് വേൾഡ് കപ്പ് തന്നെയാണ്. ഇനി അങ്ങോട്ട് ക്ലബ്ബ് വേൾഡ് കപ്പ് 4 വർഷത്തിലൊരിക്കൽ 32 ടീമുകൾ വെച്ച് നടത്തുന്നു. അപ്പോൾ ഇതുവരെ നടത്തിയിരുന്ന ക്ലബ്ബ് വേൾഡ് കപ്പിൻ്റെ പേര് മാറ്റി ഇന്റർ കോണ്ടിനെന്റൽ കപ്പ് എന്നാക്കി എന്നേ ഉള്ളൂ. ഇന്നലെ ലുസൈലിൽ നടന്ന മത്സരം ലുസൈൽ സ്റ്റേഡിയത്തിൽ പൊളിച്ചടുക്കി കിലിയൻ എംബാപ്പയും വിനി ജൂനിയറും റോഡ്രിഗോയും ഒക്കെ സൂപ്പർ താരങ്ങൾ ഗോളടിച്ചു. കിലിയൻ എംബാപ്പെ ഗോളും അസിസ്റ്റുമായിട്ട് മിന്നിക്കത്തി, റോഡ്രിഗോ ഗോളടിച്ചു, വിനി ജൂനിയർ ഗോളും അസിസ്റ്റുമായിട്ട് മിന്നിക്കത്തി മത്സരത്തിലെ മികച്ച താരത്തിനുള്ള പുരസ്കാരം സ്വന്തമാക്കി. 3-0 മെക്സിക്കൻ ക്ലബ്ബ് പച്ചൂക്കയെ അവർ പരാജയപ്പെടുത്തിയിരിക്കുന്ന പച്ചൂക്ക ബ്രസീലിയൻ ടീമായിട്ടുള്ള ബൂട്ടോഫാഗോ, അവർ കോപ്പ ലിബർട്ടഡോറസ് വിന്നേഴ്സാണ്, അവരെ തോൽപ്പിച്ചു. അതുപോലെ ആഫ്രിക്കൻ കരുത്തരായ അൽ അഹ്ലിയെ തോൽപ്പിച്ചു. അങ്ങനെ വന്ന ടീമാണ് പച്ചൂക്ക. ആ പച്ചൂക്കയെയാണ് ഏകപക്ഷീയമായ 3 ഗോളുകൾക്ക് ഫൈനൽ മത്സരത്തിൽ റയൽ മാഡ്രിഡ് പരാജയപ്പെടുത്തിയിരിക്കുന്നത്. ലുസൈൽ സ്റ്റേഡിയത്തിൽ നടന്ന മത്സരത്തിൽ റയലിന്റെ മുന്നേറ്റങ്ങൾ നയിച്ചുകൊണ്ട് കിലിയൻ എംബാപ്പെ, വിനി ജൂനിയർ, ജൂഡ് ബെല്ലിംഗാം, റോഡ്രിഗോ എന്നിവരൊക്കെ ഒരുമിച്ചാണ് അണിനിരന്നത്. കളിയുടെ 37-ാമത്തെ മിനിറ്റിലാണ് കിലിയൻ എംബാപ്പയുടെ ഗോൾ വരുന്നത്. മനോഹരമായ നീക്കം നടത്തി വിനി ജൂനിയർ. എന്നിട്ട് എംബാപ്പയ്ക്ക് പെനാൽറ്റി ബോക്സിൽ വെച്ച് വലയിലേക്ക് തട്ടിയിടാൻ പാകത്തിന് പന്ത് കൊടുക്കുന്നു. 37-ാമത്തെ മിനിറ്റിലെ ആ ഗോളിന് റയൽ മാഡ്രിഡ് ലീഡ് എടുക്കുന്നു. ഇടവേള സമയത്ത് ഏകപക്ഷീയമായ ഒരു ഗോളിന് മുന്നിലായിരുന്നു. രണ്ടാം പകുതിയിലാണ് റോഡ്രിഗോയുടെ ഗോൾ പിറക്കുന്നത്. ഇത്തവണ കിലിയൻ എംബാപ്പയുടെ അസിസ്റ്റിൽ നിന്നാണ് റോഡ്രിഗോയുടെ ഗോൾ വരുന്നത്. 53-ാമത്തെ മിനിറ്റിൽ റയൽ 2-0 മുന്നിൽ. കളിയിൽ 83-ാമത്തെ മിനിറ്റിൽ റയൽ മാഡ്രിഡിന് അനുകൂലമായിട്ട് പെനാൽറ്റി. ആ പെനാൽറ്റി ഗോളാക്കി മാറ്റിക്കൊണ്ട് വിനി ജൂനിയർ സ്കോർ പട്ടിക പൂർത്തിയാക്കി. ഏകപക്ഷീയമായ 3 ഗോളുകളുടെ വിജയത്തോടുകൂടി റയൽ മാഡ്രിഡ് വിശ്വകിരീടം സ്വന്തമാക്കി. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.